കല്ലുപ്പാറ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ 5-ാം വാർഡിലെയും കാര്യം രാജേഷ് ഉദ്ധരിച്ച് പറയുകയാണ്. എന്നെ കൊലപ്പെടുത്തുന്നതിന് മുന്നേ, അതായത് തന്തയില്ലാത്ത വിജയൻ ആൾക്കാർക്ക് വേണ്ടി എന്നെ കൊലപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ സമൂഹം അറിയാൻ വേണ്ടി ഒരു വാർത്ത ഇടുകയാണ്. സദാശിവൻ കോളേജിൻ്റെ താഴെയുള്ള മെമ്പർ ഉള്ളപ്പോൾ തൊട്ട് റെജി മെമ്പർ ഇവരൊക്കെയായിരുന്നു ആദ്യകാലത്തെ പഞ്ചായത്ത് മെമ്പർമാർ. ഓർക്കുക, നിങ്ങളൊന്ന് ഓർക്കുക, ഇവരുള്ളപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവർക്ക് അതായത് ആശാരിമാരെന്ന് പറയുന്ന തന്തയില്ലാത്ത കൂട്ടമെന്ന് ഞാൻ ഉച്ചരിക്കുകയല്ല. വിജയൻ്റെ തന്ത ആരാന്നുള്ള വിജയനോട് തന്നെ എഴുതി മേടിക്കുക. അത് പലരായിരിക്കും. ഗോപാലനായിരിക്കും, മറ്റേ രാമകൃഷ്ണനായിരിക്കും, മറ്റേ തട്ടാനായിരിക്കും, ചോവനായിരിക്കും, പറയനായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ജാതികളൊക്കെ ആയിരിക്കും പറയുന്നത്. മുട്ടത്തിൽ നിന്ന് എന്തിനാണ് തല്ലി ഓടിച്ചത് വിജയനെയും മക്കളെയും? വിജയനെ മക്കളെയല്ല, തങ്കയും വിജയനെയും ചട്ടനെയും തല്ലി ഓടിച്ചതിനാ. അതുപോലെ ഈ ഈ പാണ്ടികൾ, അതായത് വിജയൻ്റെ കുടുംബത്ത് പാണ്ടികൾ എങ്ങനെ കൂടിയത്? പാണ്ടി എന്ന് പറയുന്നത് മണിയൻ എന്ന് വിളിക്കുന്ന പാണ്ടി, അവരൊക്കെ എങ്ങനെ കൂടിയത്? അതൊക്കെ എന്താ കാരണമെന്നുള്ള പഴയ ചരിത്രങ്ങൾ നിങ്ങൾ ആവർത്തിക്കുക. ഈ ബിജു ചിറയിൽ ബിജുവിൻ്റെ ഭാര്യയും രാജേഷുമായി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നല്ലാതെ ഇവർക്ക് തെളിയിക്കാനായിട്ട് രേഖയുണ്ടോ? പ്രസന്നയുടെ മക്കളെയും കൊണ്ട് ഇവർക്ക് ഒന്ന് സമൂഹത്തിന് മുന്നിലൊന്ന് വരുത്താമോ? അതായത് സ്റ്റേഷനുകളിൽ നിന്ന് വരുത്താമോ? കൊരങ്ങൻ, പ്രസന്നയുടെ ഭർത്താവ് കൊരങ്ങൻ, ഷണ്ണൻ, ഇവരെങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഒന്ന് വരുത്തിക്കാമോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ RSSകാരായാലും CPMകാരായാലും പുലയന്മാരായാലും പറയന്മാരായി ഗുരുജിയൊക്കെ എന്തിനായി എന്നോട് എതിർക്കേണ്ട ആവശ്യമില്ല. ഗുരുജി എന്ന് പറയുന്ന ഓട്ടോ ഓടിക്കുന്ന ഗുരുജിക്ക് എന്താണ് എന്നോട് എതിർക്കേണ്ട ആവശ്യമില്ല? ഞാൻ എന്നെ അവൻ്റെ മോന്തയ്ക്ക് ഷഡ്ഡി കൂരിയിട്ടിട്ടുണ്ടോ? അല്ല, ചോദിക്കുക. പരസ്യമായിട്ട് മലയാളത്തിലാണ് ഉച്ചരിക്കുന്ന വാക്കുകൾ. അവരുടെ ആൾക്കാരെ ഞാൻ എന്നെ റേപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഈ ചെല്ലപ്പൻ എന്ന് വിളിക്കുന്ന ഈ കോളേജിൻ്റെ അവിടെ താമസിക്കുന്ന അവനെയൊക്കെ എന്നെ എന്തോ ചെയ്തിട്ടുണ്ട്? അവനാണ് മാപ്പിള സ്ത്രീയെ ഉണ്ടാക്കാൻ പോയിട്ടുള്ളത്. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടിട്ടുള്ളതാണ്. ആ പേര് പറയില്ലെന്നും ആ വീഡിയോ ഇടില്ലെന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിനെ ഇവർ തന്നെ തല്ലി കൊന്നതാണ്. അത് ഈ ഷൈലമ്മ മെമ്പറിനൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അവരുടെ ഭർത്താവിനെ ആരാണ് തല്ലിക്കൊന്നതെന്നും എന്തിനാണെന്നുള്ളതും അവർക്കൊക്കെ അറിയാവുന്ന പല കൊലപാതകങ്ങൾ തുരുത്തിക്കാട്ടിൽ ഈ കേസ് പൊങ്ങുകയാണെങ്കിൽ പല കൊലപാതകങ്ങളും സമൂഹത്തിൽ പൊങ്ങി വരും. അതായത് എനിക്കിച്ചിരി സ്വത്തുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇവർ നിരന്തരമായി എൻ്റെ പുറകെ നടക്കുന്നത്. അല്ലെന്ന് തെളിയിക്കാനായിട്ട് ഇവരുടെ തന്ത ആരാന്നുള്ളതെന്ന് ഒന്ന് വിജയൻ്റെ തന്തയും പ്രസന്നയുടെ തന്തയും, ഈ പ്രസന്ന എത്ര പേര് പണിയിട്ടുണ്ട്, വത്സല വിജയൻ്റെ ഭാര്യ എത്ര പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സമൂഹത്തിൻ്റെ മുന്നേ ഒന്ന് പറയിപ്പിച്ചുകൊണ്ട് ഇവർ മാന്യമാരായിട്ടുള്ള ആൾക്കാരാണെന്നും വിശ്വകർമ്മ സമുദായമാണെന്നൊന്നും ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? അന്നേരം കാണും സമൂഹത്തിൽ അച്ചായന്മാരുടെ വേലത്തരങ്ങളും ഈ സമൂഹത്തിൽ RSSകാരുടെ കൊള്ളായ്മകളും അന്നേരം കാണാം കേട്ടോ.